ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മളെ എൻ്റെ ചാനൽ റെഗുലറായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം, ഇത് ഞാനൊരു ഭയങ്കര ഡൈഹാർഡ് മോഹൻലാൽ ഫാനാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ലാലേട്ടനും മമ്മൂക്കേൻ്റെ ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് പോലും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സത്യമാണ്, അതൊക്കെ ആ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും എന്നാൽ പോലും ഒരു ടോക്സിക് ഫാൻ അല്ലാത്തത് കൊണ്ടും, ഒരു ലാലേട്ടൻ്റെ ഒരു ടോക്സിക് ആയ ഫാൻ അല്ലാത്തത് കൊണ്ടും, പക്ഷെ ഭയങ്കര എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിലെ ടാലൻസിന് കൊണ്ട് അത് അറിഞ്ഞ് ചെറുപ്പം മുതലേ തോന്നിയ സ്നേഹമായത് കൊണ്ടും നമുക്ക് മമ്മൂക്കേനെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മമ്മൂക്കേനോട് ദേഷ്യം തോന്നി. എനിക്ക് തോന്നുന്നു ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ മോഹൻലാൽ ഫാൻസ് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ചാനലിൽ റെഗുലറായിട്ട് വരുന്ന ഒരുപാട് മോഹൻലാൽ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ എന്ന് അറിയാനുള്ളൊരു കാരണം എനിക്ക് ആകെ മമ്മൂക്കേനോട് ദേഷ്യപ്പെടുക, എനിക്ക് മമ്മൂക്കേനോട് ദേഷ്യം തോന്നുന്നതും മമ്മൂക്കേനെ പറ്റി മോശം പറയുന്നതും കുറ്റം പറയുന്നതും എപ്പോഴും ഒരു മമ്മൂക്ക ഫാനിനോടുള്ള റിപ്ലൈ ആയിട്ടായിരിക്കും. അത് മമ്മൂക്ക ഫാൻസിൻ്റെ കമൻറ്റ് കാണുമ്പോഴോ സംസാരം കേൾക്കുമ്പോഴോ പേഴ്സണൽ ലൈഫിൽ പോലും അല്ലാതെ മമ്മൂക്കേനെ പറ്റിയിട്ടൊരു മോശം അല്ലെങ്കിൽ ഒരു മോശമായിട്ട് പറയുന്നതോ ചിന്തിക്കുന്നതോ എല്ലാത്തൊരവസരത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമുക്ക് അഭിമാനമാണ്, എന്താ പറയുക, നമ്മളെ മലയാളത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെയുള്ള 2 ഗംഭീര ആക്ടേഴ്സ് മലയാളത്തിൽ നിന്നുള്ളത് നമ്മളെ അഭിമാനമാണ് അല്ലാതെ എന്തിനല്ലേ. കാരണം ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമായിട്ട് പറയുന്നത്, ഞാനും മമ്മൂക്കനെ പറ്റി ഒരുപാട് മോശം പറയാറുണ്ട്, കുറ്റം പറയാറുണ്ട്. പക്ഷെ അതൊന്നും അതൊരു മമ്മൂക്ക ഫാൻസിലുള്ള മറുപടി ആയിട്ടാണ് എപ്പോഴും ഉണ്ടാവാറ്. എല്ലാ സമയത്തും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ഞാൻ പ്യുവർലി നമ്മൾ ആക്ടിങ് മാത്രം, ആക്ടിങ് ടാലൻസ് മാത്രം മനസ്സിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മൾ വീക്ഷിക്കുന്ന, ഭയങ്കരമായിട്ട് എന്താ പറയുക നോക്കി കാണുന്ന, ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ചിന്തിച്ച് കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ആ ടാലൻസിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾ മോഹൻലാലാണെന്ന് വിശ്വസിക്കുന്നത്. എന്തൊക്കെയായാലും അവരെ ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അവർ തമ്മിലുള്ള ഒരു റിലേഷൻ, അതൊരു ഭയങ്കര റിലേഷനാണ്. അത് ഭയങ്കര നമ്മൾ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന അപ്പുറമുള്ള റിലേഷനാണ്. നമ്മളെപ്പം അവർ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ എന്ത് പരിപാടിയിലും എന്ത് ഇവൻസിലും കാണുമ്പോൾ അവർ തമ്മിലൊരു സ്നേഹം കാണുമ്പോൾ സത്യത്തിൽ ദുൽഖർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഓർമ്മയുണ്ട്, ദുൽഖർ പോലും ചിന്തിക്കും ഇവന്മാരൊക്കെ, അതായത് ഇവന്മാരെ ഉദ്ദേശിച്ച ഫാൻസിനാണ്, ഇവന്മാർ എന്തിനാ ഇങ്ങനെ കിടന്ന് അടിപിടിക്കുന്നത് തോന്നാറുണ്ട്. കാരണം അവരുടെ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ അത് സത്യമാണ്. അപ്പോൾ അവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണുമ്പം സിനിമയിലാണെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിലാണെങ്കിലും നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്, ഒരു സ്നേഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്കുള്ള ഒരു ട്രീറ്റാണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ട്രീറ്റാണ് മഹേഷ് നാരായണൻ മൂവി. അത് നമ്മളെന്താ പറയുക, എത്രയോ വർഷങ്ങളായി നമ്മൾ ഒരുമിച്ച് അവരെ സ്ക്രീനിൽ കണ്ടിട്ട്. ഇത് ഇത്ര ഒരു ഗംഭീരമായ മൂവിയിൽ അത് കേൾക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് അത് എല്ലാ രീതിയിലും വളരെ മികച്ച വലിയ ബിഗ് ക്യാൻവാസിൽ വരുന്നൊരു മൂവിയാണ്. സോ അങ്ങനത്തെ ഒരു മൂവി ഇവർ രണ്ടുപേർക്കും ഭയങ്കര പിവട്ടൽ റോൾസിൽ രണ്ടുപേരും വരുന്ന ഒരു മൂവി. ഒരുപാട് വർഷത്തിന് ശേഷം അങ്ങനെ മൂവി വരുമ്പോൾ അത് ഭയങ്കരമാണ് അതിൻ്റെ പ്രതീക്ഷ. അതും മഹേഷ് നാരായണനെ പോലത്തെ ഒരു ഡയറക്ടറും കൂടി കാണുമ്പോൾ നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ട് ഇതുവരെ മലയാള സിനിമ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണത്. പക്ഷേ നമ്മൾ എമ്പുരാനെ പോലെ ഒരു സർപ്രൈസുകൾ ഒളിപ്പിച്ച് വെക്കുന്നതാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം നമുക്ക് ആദ്യത്തെ കാസ്റ്റ് ആൻഡ് ക്രൂസിനെ പറ്റി നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ആ സിനിമയെ പറ്റി ഓൾറെഡി അറിയാം. എന്നാൽ അവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ സിനിമയ്ക്ക് എനിക്കുള്ളത്. മാത്രമല്ല അത് ഒരുപാട് പുതുതായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മൂവി കൂടിയാണ്. ഒരുപാട് ലൊക്കേഷൻസ് ഇന്ത്യക്ക് പുറത്തും ചിത്രീകരിക്കാൻ പോകുന്ന മൂവിയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ റീസെൻ്റ്ലി വന്നൊരു വീഡിയോ ഉണ്ട്, ലാലേട്ടനും മമ്മൂക്കയും കൂടെ ഒരുമിച്ച് ഡൽഹിയിൽ എവിടെയാണ് തോന്നുന്നു, ഇന്ത്യക്ക് ഉള്ളിൽ തന്നെയാണ് തോന്നുന്നു, ഒരുമിച്ച് വരുന്നത്, മീറ്റ് ചെയ്യുന്നത്, ഗ്രീറ്റ് ചെയ്യുന്നതിലൊക്കെ ഒരു വീഡിയോ ഉണ്ട്.
അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോൻ്റെ മുന്നേ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷം ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്താ പറയുക ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഒരുമിക്കുന്നതൊക്കെ. സോ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.